ചില ടൂറിസം പദ്ധതികൾ കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കുന്നത് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ടൂറിസം മേഖലയിൽ പൊതുവെ 2023 വർഷം പരിശോധിക്കുമ്പോൾ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം സർവകാല റെക്കോർഡിലാണ്. കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും അധികം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വന്ന വർഷമായി 2023 മാറി. മലബാറിലേക്കും വലിയ നിലയിൽ ടൂറിസ്റ്റുകൾ കടന്നു വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ മലബാറിലെ ടൂറിസത്തിൻ്റെ സാധ്യതയെ കൂടുതൽ വികസിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരുന്നു. ഒരു പഠനത്തിൽ വെറും 6% മാത്രമാണ് കേരളത്തിലേക്ക് വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ മലബാറിലെ ജില്ലകളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം നേരത്തെ വലിയ ചർച്ചയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി മലബാർ ടൂറിസത്തെ ഉയർത്തിയാൽ അത് കേരള ടൂറിസത്തിനാകെ കുതിപ്പിന് കാരണമായി മാറും എന്ന കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില പ്രധാന പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ നമ്പിക്കുളം, ആ നമ്പിക്കുളം എക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ പ്രവർത്തനം, അത് കൂടുതൽ സഞ്ചാരികൾ അവിടെ വരുന്നുണ്ട്. അവിടെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക്, KSEB കണക്ഷൻ വർക്കുകൾ, പ്ലംബിംഗ് വർക്കുകൾ, മറ്റ് ഫെൻസിംഗ് വർക്ക്, സൈനേജ് തുടങ്ങിയ പ്രവർത്തികൾ ഓരോ വിശദ വിവരത്തിലേക്ക് കിടക്കുന്നില്ല. 72,32,000 രൂപ നമ്പികുളം ബാലുശ്ശേരിയിൽ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. വടകര സാൻഡ് ബാഗ്സ് നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ നിലയിൽ വടകര സാൻഡ് ബാഗ്സിലും ഇതുമായി ബന്ധപ്പെട്ട് 60 ലക്ഷം രൂപ ചെലവഴിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അതിൻ്റെ പാർക്കിംഗ് ഏരിയ, കുട്ടികളുടെ കളി ഉപകരണങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, ഓഫീസ് ഫർണിച്ചറുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ കാണുന്ന മാനാഞ്ചിറ കോഴിക്കോട് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. കോർപ്പറേഷനുമായി സംസാരിച്ചിട്ടുണ്ട്. മാനാഞ്ചിറ നമ്മൾ ഇത്തവണ ഇലുമിനേറ്റ് ചെയ്തപ്പോൾ വലിയ നിലയിൽ ആളുകൾ വന്നതാണ്. നമുക്കിതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണം. അതിന് വേറെയും ചില പദ്ധതികളുണ്ട്. അതിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ മാനാഞ്ചിറയിൽ ഒരു അൻസാരി പാർക്കിൽ റിനോവേഷൻ വർക്കിന് 99,99,000 രൂപ, അതായത് 1 കോടിയുടെ അടുത്ത് ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിൽ മാനാഞ്ചിറയിൽ നമ്മൾ ഒരു മനോഹരമായ ഫൗണ്ടൻ വർക്ക്, അതുപോലെ കുട്ടികളുടെ കളി ഉപകരണം, കുട്ടികൾക്ക് വന്ന് ഒന്ന് കളിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ ഇപ്പോൾ സ്ഥലങ്ങൾ കുറവാണ്. അപ്പം അതിന് ആ നിലയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ ലൈറ്റിംഗ് വർക്കുകളും നടത്തണം എന്നാണ് നിശ്ചയിച്ചത്. പിന്നെ അകലാപ്പുഴ, കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ അകലാപ്പുഴ മനോഹരമായ സ്ഥലമാണ്. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് പോകണം എന്ന് ഞാൻ പറയുകയാണ്. അതൊന്ന് റിനോവേറ്റ് ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അകലാപ്പുഴ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ റിനോവേഷന് ഓൾഡ് ബോട്ട് ജെട്ടി ഉണ്ട്. അതിനൊരു നവീകരണം ജനങ്ങൾ കുറേയായിട്ട് പറയുന്നു. അവിടുത്തെ MLA പറയുന്നതാണ് അതിൻ്റെ നവീകരണം. ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി ഉപയോഗിച്ച് ബോട്ട് ജെട്ടീൻ്റെ വിസ്തീർണം കൂട്ടുക, ബോട്ട് ജെട്ടിക്ക് റൂഫ് സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള പദ്ധതിക്ക് വേണ്ടി ഒരു 49,74,000 രൂപ അകലാപ്പുഴയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കാവുംകുളം, അതിൻ്റെ ഒരു മനോഹരമായ ഒരു പോണ്ടുണ്ട്. അത് ആ കുളം ബ്യൂട്ടിഫൈ ചെയ്യാൻ 99,16,000 രൂപ. ഇതിന് പുറമെ മിനി ഗോവ എന്ന മനോഹരമായ സ്ഥലമുണ്ട്. മിനി ഗോവ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? മിനി ഗോവ അല്ലേ, പോകേണ്ട സ്ഥലമാണ്. വടകര കൊയിലാണ്ടി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ജില്ലാ കളക്ടർ കൂടി പങ്കെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്തിരുന്നു. 2 മുനിസിപ്പാലിറ്റി, വടകര മുനിസിപ്പാലിറ്റി, പയ്യോളി മുനിസിപ്പാലിറ്റി, വടകര കൊയിലാണ്ടി MLA മാർ, മറ്റ് ടൂറിസം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നു. അതൊന്ന് മനോഹരമാക്കി ഒരു സർക്യൂട്ട് അവിടെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഒരു നോഡൽ ഓഫീസറെ തീരുമാനിച്ചു. അതിൻ്റെ കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്. കൊയിലാണ്ടി നിയോജക മണ്ഡലത്താണ്, നമുക്കറിയാം. അതിന് ഉടനെ തന്നെ പരിഗണിക്കുന്ന പദ്ധതിയാണ്. അതിന് വലിയൊരു തുക മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതെ, റോഡ് മറ്റൊരു വകുപ്പിൻ്റെയാണ്. അപ്പോൾ ആ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്.
അതുപോലെ ബട്ട്റോഡ് ബീച്ച് ഇവിടെ തൊട്ടടുത്താണ്, അവിടെയും റെക്ടിഫിക്കേഷൻ, ഷോർ പ്രൊട്ടക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ നിലയിലും ഇടപെടാനാണ് പൊതുവെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഇതിലെന്തെങ്കിലും ഉണ്ടോ? ആ അല്ല, ഈ സമരാജ്ഞി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ത് പരിപാടി സംഘടിപ്പിക്കണം, ജാഥ വേണോ മറ്റെന്തെങ്കിലും വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പരിപൂർണമായ ജനാധിപത്യപരമായ അവകാശമാണ്. ഒരാൾ നയിക്കണോ, രണ്ടാൾ നയിക്കണോ, മൂന്നാൾ നയിക്കണോ, ഇനി 10 ആൾ നയിക്കണോ ഒക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അതൊരു സർക്കാരിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അതിൽ ചെറിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കേരളത്തിൽ ക്രമസമാധാന പരിപാലനമൊക്കെ വളരെ ഭദ്രമാണ്. മറ്റ് കലാപങ്ങൾ, വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായിട്ട് മറ്റ് ലഹളകളില്ല. ഇവർ രണ്ടുപേരും കൂടി നയിച്ചാൽ ആ കേരളം ഉണ്ടാക്കിയെടുത്ത ക്രമസമാധാന തകർച്ച അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമായി മാറുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതിന് ചില കാരണമുണ്ട്. നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. അതും മറ്റു പല അനുഭവങ്ങളും കാരണമാണ്. അത് കേരളത്തിലെ ഒരു സാധാ കോൺഗ്രസ്സുകാരൻ ഉൾപ്പെടെ തോന്നുന്ന ഒരു ആശങ്ക എനിക്കും തോന്നിയെന്ന് മാത്രം.